ലൈഫ് മിഷൻ കേസിൽ എം.എ. യൂസഫ് അലിയുടെ മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകി. മറ്റന്നാൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. സുബി വിശ്വനാഥനുണ്ട് വിവരങ്ങളുമായി. സുബി, സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണോ ഇഡി യൂസഫ് അലിയെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നത്? രേണുക, ഈ വരുന്ന 16-ാം തീയതിയാണ് പ്രവാസി വ്യവസായി എം.എ. യൂസഫ് അലിയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 2 തവണ ഇ.ഡി നോട്ടീസ് നൽകിയിരുന്നു. അന്ന് അദ്ദേഹം ഹാജരായിരുന്നില്ല. മറ്റ് കാരണങ്ങളാൽ ഹാജരാകാനാകില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് മറ്റൊരു ദിവസം ഇ.ഡി നൽകിയിരിക്കുന്നത്. ഏതായാലും ലൈഫ് മിഷൻ കേസിലാണ് ഇപ്പോൾ എം.എ. യൂസഫ് അലിയുടെ മൊഴിയെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ശിവശങ്കരനും സ്വപ്നയും നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ, സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഏതായാലും സാങ്കേതിക നടപടിക്രമം എന്ന രീതിയിൽ മാത്രമാണ് എം.എ. യൂസഫ് അലിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 16-ാം തീയതി വീണ്ടും കൊച്ചിയിലെ ഇ.ഡി ആസ്ഥാനത്ത് എത്താനാണ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേണുക, ശരി. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയും പുകയും കെട്ടടങ്ങി. അടുത്ത 48 മണിക്കൂർ ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. 2 ദിവസത്തിനകം വായുവിന്റെ ഗുണനിലവാര സൂചിക സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് ജില്ലാ കളക്ടർ. കൂടുതൽ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി ബ്രഹ്മപുരത്തെത്തും. ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്നും പരിഗണിക്കും. ജസ്റ്റിസ് എസ്.വി. ഭട്ട് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ഖരമാലിന്യ സംസ്കരണത്തിലെ എല്ലാ നിയമങ്ങളും ലംഘിക്കപ്പെട്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. 7 വർഷത്തെ കരാർ രേഖകൾ കോർപ്പറേഷൻ ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ബ്രഹ്മപുരം തീപിടുത്തം സംബന്ധിച്ച വിവാദം ഇന്നും നിയമസഭയിൽ ആളിക്കത്തിക്കാൻ പ്രതിപക്ഷ തീരുമാനം. കൊച്ചിയിൽ ജനപ്രതിനിധികളടക്കമുള്ള പ്രതിഷേധക്കാർക്കെതിരെ ഉണ്ടായ പോലീസ് നടപടി അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. ഇന്നലെ ഇത് സംബന്ധിച്ച ഭരണ പ്രതിപക്ഷ പോരിൽ സഭാ നടപടികൾ തടസ്സപ്പെടുകയും പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. വ്യവസായ വൈദ്യുതി വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ നടക്കും. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സംശയം പ്രകടിപ്പിച്ച് സിപിഐ. സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന ആവശ്യം സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ആവശ്യമുയർന്നത്. ബ്രഹ്മപുരത്തെ തീ അണച്ച ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയ ആഹ്ലാദ പ്രകടനം ശ്രദ്ധേയമാകുന്നു. തൃക്കാക്കര സ്റ്റേഷൻ ഓഫീസർ സതീശനെ തോളിലേറ്റി എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാർ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥൻ താഴെയുള്ള ഉദ്യോഗസ്ഥനെ തോളിലേറ്റണമെങ്കിൽ ആ വകുപ്പിന്റെ പേര് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നായിരിക്കണമെന്ന ക്യാപ്ഷനോടെയാണ് വകുപ്പ് തന്നെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ഞെളിയൻപറമ്പിലും മാലിന്യ സംസ്കരണ പ്ലാന്റിനെ ചൊല്ലി സംഘർഷം പുകയുന്നു. ഇന്ന് ബി.ജെ.പി. മാർച്ച് നടത്തും. കരാർ കമ്പനിയുമായും ബന്ധപ്പെട്ട് വിവാദമുയരുന്നുണ്ട്. കോർപ്പറേഷനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷം രംഗത്ത്. പൂങ്കാവനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സന്മതി ഉദ്യാനം കാടുപിടിച്ച് നശിക്കുന്നു. തലസ്ഥാനത്തെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന എരുമഴ കുഴിയാണ് മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റിയത്. പാർക്കിന് പിന്നിൽ വീണ്ടും മാലിന്യങ്ങൾ നിറഞ്ഞതോടെ സന്ദർശകരും ഈ വഴി വരാതായി. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധം കടുക്കുന്നു. വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് IMA. പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചതിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. പെരിന്തൽമണ്ണ നിയമസഭാ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മണ്ഡലത്തിലെ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം നടന്നെന്ന ആരോപണത്തെ തുടർന്ന് ഹൈക്കോടതി പരിശോധന നടത്തിയിരുന്നു. ജസ്റ്റിസ് എ. ബദറുദ്ദീന്റെ ബെഞ്ചിലായിരുന്നു പരിശോധന. സ്പെഷ്യൽ തപാൽ വോട്ടുകളിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് ഉറപ്പാക്കുന്നതിനായി തുറന്ന കോടതിയിൽ വോട്ടുകൾ പരിശോധിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് കോടതി തേടിയിട്ടുണ്ട്. അട്ടപ്പാടി ചുരത്തിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു. കരുവാര സ്വദേശി സൗമ്യയാണ് ജീപ്പിൽ പ്രസവിച്ചത്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു പ്രസവം. സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടലുകൾ ചോദ്യം ചെയ്ത് സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കും. ഇത് സംബന്ധിച്ച് സർക്കാരിന് അനുകൂലമായ നിയമോപദേശം ലഭിച്ചു. നിർണായക ബില്ലുകൾ ഗവർണർ തടഞ്ഞുവെക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ സർക്കാർ സുപ്രീംകോടതിയിൽ അവതരിപ്പിക്കും. പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം കുറയുന്നതിന്റെ സൂചനയാണ് സമ്മേളനങ്ങളിലെ വിഭാഗീയതയെന്ന് CPI. സമ്മേളന അവലോകന റിപ്പോർട്ട്.
ബൂർഷ്വാ പ്രവണതകളും പാർലമെന്ററി വ്യാമോഹവും പാർട്ടിക്കുള്ളിൽ ശക്തിപ്പെടുന്നു. എറണാകുളത്തും ഇടുക്കിയിലും പാലക്കാട്ടും ഉൾപ്പെടെ ഇത് പ്രകടമായി എന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഇന്നലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിന്റെ കരട് ഇന്നും നാളെയുമായി ചേരുന്ന സംസ്ഥാന കൌൺസിൽ ചർച്ച ചെയ്യും. ന്യൂസ് 18 കേരളം ട്രെൻഡ്സ് ആൻഡ് സ്റ്റൈൽ അവാർഡുകൾ സമ്മാനിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ആണ് അവാർഡുകൾ സമ്മാനിച്ചത്. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായി കാർത്തിക് സൂര്യയും പേളി മാണിയും പുരസ്കാരത്തിന് അർഹരായി. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചില്ലെന്ന വിമർശനവുമായി സുരേഷ് ഗോപി. പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച പല വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്ന് സുരേഷ് ഗോപി. ചാരിറ്റി പ്രവർത്തനങ്ങളെ വിമർശിച്ച എം വി ഗോവിന്ദന് സുരേഷ് ഗോപിയുടെ മറുപടി. രാഷ്ട്രീയത്തിൽ വരുന്നതിന് കാരണക്കാരായതും അവരാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായിട്ടുണ്ടെങ്കിൽ അതും അവരുടെ നിശ്ചയമായിരുന്നു, എൻ്റെ നിശ്ചയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാൻഡിഡേച്ചർ എന്ന് പറയുന്നതും ഒരിക്കലും എൻ്റെ ഇഷ്ടമോ എൻ്റെ നിശ്ചയമോ അല്ല, അത് അവർ തീരുമാനിക്കും. താങ്ക് യു വെരി മച്ച്. ചാരിറ്റി പ്രവർത്തനങ്ങളെ വിമർശിച്ച എം വി ഗോവിന്ദന്റെ സുരേഷ് ഗോപിയുടെ മറുപടി. ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയത് വോട്ട് ലക്ഷ്യമിട്ടല്ല. തൃശൂരിനേക്കാൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് വയനാട്ടിലും ഇടുക്കിയിലുമാണ്. ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് പറയില്ല. അങ്ങനെ മോഹിക്കുന്നത് അതിമോഹമല്ല, വ്യാമോഹമെന്നും സുരേഷ് ഗോപി. ന്യൂസ് 18 ട്രെൻഡ്സ് ആൻഡ് സ്റ്റൈൽ പുരസ്കാര വിതരണ വേദിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. കിട്ടിയ ചെറിയ പണമെല്ലാം അന്ന് മുതൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. ഇത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്ന കുറേ അവന്മാരുണ്ട്. അതിനകത്ത് പൊട്ടുന്നവന്മാർ, അതിനകത്ത് ചാരിറ്റി അങ്ങ് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടും എന്ന് ഭയപ്പെടുന്നവന്മാർ. അങ്ങനെ പറയാൻ ഒക്കുക അവർ. അതൊരു അമാന്യതയായിട്ട് നിങ്ങൾ കാണരുത്. എൻ്റെ രോഷമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടിത് പറയാതിരിക്കാം എന്ന് വിചാരിച്ചാൽ ഇയാൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗവും അവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ടിത് ഒരു പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല. നിങ്ങൾ മനസ്സിലാക്കുക, രാജ്യസഭയിൽ ഇത്രയും കാലം ഇപ്പം എനിക്ക് മാസാമാസം 25,000 രൂപ പെൻഷനുണ്ട്. ആ പണമടക്കം ഞാൻ രാജ്യസഭ അക്കൗണ്ടിൽ നിന്ന് ഒരു കാറ് വാങ്ങിയെങ്കിൽ ആ കാർ ഇന്നും ഉണ്ട്. അത് ലക്ഷ്മി ട്രസ്റ്റിലേക്കാണ് ആ കാറ് ഞാൻ സമ്മാനിക്കാൻ പോകുന്നത്. അതിൻ്റെ CC അടച്ചതും അതിൽ നിന്ന് തന്നെയാണ്. രാജ്യസഭയിലേക്കുള്ള യാത്രയ്ക്ക് ഗവൺമെൻറ് തരുന്ന ടിക്കറ്റ്, അതിന് പകരം കേരളത്തിലേക്ക് പാർലമെൻറ്റിനിടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, 3-4 പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് എല്ലാം ടിക്കറ്റ് എടുപ്പിച്ച് അതിൻ്റെ കാശ് മുഴുവൻ ഈ ട്രസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ശമ്പളത്തിൽ നിന്ന് നയാ പൈസ ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയക്കാരനെ കാണിച്ചു തരാമോ ഇതുപോലെ? ഞാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഒന്ന് പറഞ്ഞു തരും. ഞാൻ നിങ്ങളെ ഒരു പരിച്ഛേദമായിട്ട് കാണുകയാണ്, പബ്ലിക്കിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് കാണുകയാണ്. നയാ പൈസ എടുത്തതിന് നിങ്ങൾക്കൊരു തെളിവുണ്ടാക്കി തരാമോ? ശമ്പളം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 വർഷം 50,000-ഉം പിന്നത്തെ 3 വർഷം 1,00,000-ഉമായിരുന്നു ശമ്പളം. പക്ഷെ അതല്ല കിട്ടുന്നത്. പെട്രോൾ ഡീസലിനുള്ള അലവൻസ് ഉണ്ട്, ഡെയിലി അലവൻസ് ഉണ്ട്. ഇതൊന്നും എടുത്തിട്ടില്ല. ഏതാണ്ട് 1,87,000 ഒരു മാസം വന്നിരുന്നതിൽ നിന്ന് 3,000 രൂപ പാർട്ടിക്ക് ലെവി അടച്ചതല്ലാതെ നയാ പൈസ അതിനകത്തുനിന്ന് തൊട്ടിട്ടില്ല. എന്നെ സിനിമയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ കാലഘട്ടമായിരുന്നു അത്. 2010 സിനിമ അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ വാങ്ങിയ 1-ൽ നിന്ന് ഇന്ന് 5-ലെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് 3 സമയം മുതൽ ഓരോ സിനിമയിൽ നിന്ന് 25 ലക്ഷം ആ ട്രസ്റ്റിലേക്ക് ഇടുകയാണ്. ആ ട്രസ്റ്റിലേക്ക് പിരിവില്ല. ഞാൻ പോയി അമ്പലങ്ങളിൽ സ്റ്റേജിൽ കയറ്റി കലാപരിപാടികളെല്ലാം കാശ് കൊടുത്ത് നടത്തുന്ന വേദിയാണെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് വരെ ഞാൻ 5 ലക്ഷം രൂപ വാങ്ങുന്നുണ്ട്. അത് ഈ ട്രസ്റ്റിലേക്കാണ് പോകുന്നത്. ഞാൻ എന്ത് വേണം?
അവരൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒറ്റ മറുപടി, ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചു, ഇനി രാഷ്ട്രീയത്തിനില്ല എന്നൊരു മോഹം അവന്മാർക്കുണ്ടെങ്കിൽ അത് അതിമോഹമല്ല, വ്യാമോഹമാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ചാരിറ്റിയും സേവനമാണ്. വോട്ടെന്ന് പറയുന്നത് മുതൽ കപ്പം വാങ്ങുന്ന രാഷ്ട്രീയത്തിന് സേവനം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാവില്ല. വോട്ട് പോലും കപ്പമായിട്ടാണ് വാങ്ങുന്നത്. വാങ്ങി സേവനത്തിനിറങ്ങി പിന്നെ കപ്പ കൂമ്പാരമാണ് വാങ്ങുന്നത്. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സേവനമുണ്ടാവില്ല. ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാസർഗോഡ് ബ്ലാംതോട് ചാമുണ്ടിക്കുന്നിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് മരിച്ചു. വി പ്രഭാകരന്റെ മകൻ അർജുനാണ് മരിച്ചത്. കുട്ടി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാട്ടാന വിഷയത്തിൽ ഇടുക്കി പന്നിയാറിൽ തോട്ടം തൊഴിലാളികൾ പണിമുടക്കി സമരം നടത്തുന്നു. കാട്ടാന തകർത്ത റേഷൻ കടയുടെ പുനർനിർമ്മാണം വൈകുന്നതിലാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണമുണ്ടായി. ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരം. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന ദ്വിദിന ധർണ CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തൽവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 1000 രൂപ ഉടൻ വിതരണം ചെയ്യുക, ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മിസ്റ്റർ ഇന്ത്യ NS അനീതിന് തൊഴിൽ വകുപ്പിന്റെ ആദരം. തിരുവനന്തപുരം ലേബർ കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അനീതിന് പുരസ്കാരം സമർപ്പിച്ചു. മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും അനീസ് മാതൃകയാണെന്ന് മന്ത്രി. ലേബർ കമ്മീഷണർ K വാസുകി ഉൾപ്പെടെയുള്ളവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി വാഴൂർ റോഡിൽ പൂവത്തുംമൂടിന് സമീപം കാറും ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. തൃത്തൊടിത്താനം കുന്നുംപുറം സ്വദേശിനി ജസ്റ്റി റോസ് ആന്റണി മരിച്ചു. ഭർത്താവ് ജസ്വിൻ, മക്കൾ ജോവാൻ, ജോൺ ഉൾപ്പെടെ 5 പേർക്ക് അപകടത്തിൽ പരിക്ക്. തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. വേനൽ കടുക്കുംതോറും ഒരു തുള്ളി വെള്ളത്തിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് അമ്പൂരി നെല്ലിക്കാമലയിലുള്ളവർ. കിലോമീറ്ററുകൾ താണ്ടി നെല്ലിക്കാമലയിലെത്തിയാൽ ഇങ്ങനെ ചില കുളങ്ങൾ കാണാം. ഇവിടുത്തുകാർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഇത്തരം ജലസ്രോതസ്സുകളാണ്. എന്നാൽ അവയുടെ അവസ്ഥയും പരിതാപകരം. ഇവിടെ ഒന്നും കുടിവെള്ളമില്ല. വളരെ കാലം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് താഴോട്ടൊക്കെ ചെന്ന് തോട്ടിലൊക്കെ ചെന്ന് നനയും കുളിയൊക്കെ നടത്തുന്ന അങ്ങനെയാണ്. ഇപ്പോഴും ആ കാലങ്ങളിൽ ഞാൻ അടുത്ത് വന്ന് കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയായി. പല പ്രാവശ്യവും ഗവൺമെൻറ്റിനൊക്കെ പരാതി കൊടുത്തു. CSI പള്ളിയുടെ മുകളിൽ വരെ പൈപ്പ് ലൈൻ കൊടുത്തു വിട്ടേക്കുന്നു. അതുവരെ വെള്ളം ഇല്ല. ഭയങ്കര ഉപയോഗിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള വെള്ളമാണ്. അരിച്ചൊഴിച്ചൊക്കെയാണ് കുടിക്കുന്നത്. ഈ വെള്ളത്തിനെ അരിച്ചൊഴിച്ചാണ് കുടിക്കുന്നത്. തുണി വെച്ച് കെട്ടി പൈപ്പിനകത്ത് വിട്ട് അങ്ങനെയാണ് കുടിവെള്ളം കുടിക്കുന്നത്, കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഈ 5 കൊല്ലമായിട്ട് ഈ കുടിവെള്ളം എങ്ങനെയാണ്? കുടിവെള്ളം കിട്ടാൻ ഇവിടെ ഒരു ഓവുണ്ട്. അതിൽ നിന്ന് വന്നാലുണ്ട്, ഇല്ലെങ്കിൽ വേറെ കുടപ്പനോടോ അമ്പൂരിയോ എവിടെയെങ്കിലും സമീപിച്ച് അവിടെ പൈപ്പ് വെള്ളം എടുത്തുകൊണ്ട് വരണം. എന്നാലേ ഉള്ളൂ. ഇത്രയും ദൂരം പോയി എടുത്തുകൊണ്ട് വരണം. അത് വല്ല ബൈക്കിലോ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരണം. വണ്ടിയിൽ നേരത്തെയൊക്കെ വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് ടാങ്കിൽ വെള്ളം കൊണ്ട് എത്തിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും കൊണ്ടുവന്ന് വരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. കിണറൊന്നും ഇവിടെ കുഴിക്കാൻ പറ്റില്ല, പാറയൊക്കെ ആകുന്നു. അതുകൊണ്ട് വെള്ളം കിട്ടത്തില്ല. നെല്ലിക്കാമലയിൽ പലയിടങ്ങളിലും സർക്കാർ സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് ലൈനുകളുണ്ട്. അതിന്റെ അവസ്ഥ സമാനമാണ്. അപ്പോൾ ഇതിന് കുറച്ച് മുകളിലൊരു 300 മീറ്റർ മുകളിലൊരു ചെറിയ ഉറവയുണ്ട്. അതിങ്ങനെ എല്ലാവരും ഓസിട്ട് വെള്ളം താഴോട്ടൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് ഇപ്പോൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ശകലച്ച വെള്ളം വരുന്നതേ ഉള്ളൂ, അത്യാവശ്യത്തിന് കിട്ടുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെള്ളത്തിൻ്റെ വലിയ ക്ഷാമമുണ്ട് ഏത് സമയത്തായാലും. കിണർ കുഴിച്ചാൽ കിണറിനകത്ത് അധികം വെള്ളം കിട്ടുന്നില്ല. പിന്നെ മഴക്കാലങ്ങളിലെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ക്രമീകരണം ഞങ്ങൾക്ക് ഉണ്ടായാലേ ഇവിടെ ജീവിക്കാനും പറ്റുന്നുള്ളൂ. വീടൊക്കെ വിറ്റ് പോകുന്നുണ്ട്, വീട് വിറ്റ് പോകുന്നുണ്ട്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ റോഡാണെങ്കിൽ ഇങ്ങനെ ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുകയല്ലേ. അപ്പോൾ വണ്ടി കയറാൻ അത്യാവശ്യം ഒരു ആശുപത്രി കേസ് വന്നാലേ ഒന്ന് കൊണ്ടുപോകാനോ വണ്ടി കയറാനോ പറ്റുന്നില്ല. പിന്നെ കട്ടിൽ കൊണ്ട് ചുമന്ന് കൊണ്ടുപോകണം. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ താഴോട്ട് പോകുന്നത്. അപ്പോൾ പഞ്ചായത്തുകാരും സർക്കാരും ഒക്കെ റോഡങ്ങ് വളരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അവർ ചെയ്യാന്ന് പറയും ചെയ്യുന്നില്ലല്ലോ. റോഡാണ് അത്യാവശ്യം. ഒരാൾ മരിച്ചാൽ പോലും കൊണ്ടുവരാനും പറ്റില്ല, ഒരാൾ വീഴുന്ന് കിടന്നാൽ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ പരാതി പറയാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞാലിട്ടോ എത്രയെങ്കിലും വർഷമായതാ ഈ റോഡ്. ഞാൻ ജനിക്കുമ്പോൾ റോഡാണ്, ഇപ്പോഴും ഇങ്ങനെ കിടക്കണം. വഴി തീർത്തുമില്ല. റോഡ് ഒരിക്കലും പഞ്ചായത്തുകാരെ നോക്കുകയില്ല. ഇലക്ഷന് വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകണ ഒരു ചുമതലയല്ല. അത് അന്നത്തേനും മാത്രം അവർക്ക് ഇവിടെ ഈ റോഡിനും സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ഒഴിവായി പോകും. ഒന്നും കൊടുത്തിട്ട് കാര്യമല്ലേ കൊടുക്കുന്നത്. ആ കാര്യമുള്ള പഞ്ചായത്തിലല്ലേ കൊടുക്കുക. ഞങ്ങളുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു 10-15 കൊല്ലം കൊണ്ട് ഇപ്പം പ്രസിഡന്റുമാർക്ക് ഒരു ജോലിയില്ല, ചുമ്മാ ഇരുന്നാൽ മതി. ഈ കാണുന്ന നീരുറവയാണ് ഒരു നാടിന്റെ ആകെ ദാഹമകറ്റുന്നത്. ഈ നീരുറവയിൽ നിന്ന് പൈപ്പുകളിലൂടെ കിലോമീറ്ററുകൾ താണ്ടി വീടുകളിലേക്ക് വെള്ളമെത്തുന്നു. പക്ഷേ വേനൽ ഇനിയും കടുത്താൽ ഇതിനി എത്ര നാൾ എന്ന ചോദ്യം ബാക്കിയാണ്. ഹരികൃഷ്ണനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.